മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവുമൊക്കെ എന്നും നിലനിൽക്കണം. കാരണം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമ്മൾ കൊലപാതകം ചെയ്യുന്നവരായി വരുമല്ലോ. അതുകൊണ്ട് എന്തിനാണ് പടച്ചവനെ മനുഷ്യരെ നീ പടക്കുന്നത് എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ ചോദിച്ച ചോദ്യം, അതിൻ്റെ പ്രസക്തി നമ്മുടെ സമകാലിക സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ഓരോരുത്തരും വളരെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. ത്വയ്ബുൻ നഫ്സി മിനൻ നഈം, മനസ്സമാധാനം അള്ളാഹു എടുത്തു ചോദിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളെ സംബന്ധിച്ച്, മഹദിമാരെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. എല്ലാ പുരുഷന്മാരുടെയും വിജയങ്ങൾക്ക് പിന്നിൽ സ്ത്രീ തൻ്റെ ഭാര്യയോ ഉമ്മയോ പെങ്ങളോ മാതൃകയായി ആരെങ്കിലും പിന്നിലുണ്ടാകും എന്ന് തന്നെ ഇംഗ്ലീഷുകാരൊക്കെ ഒരു ആപ്തവാക്യമാക്കിയിട്ട് തന്നെ അങ്ങനെ പറയാറുണ്ട്. ലോകത്ത് മുസ്ലിം സമൂഹത്തിന് ആഗോളാടിസ്ഥാനത്തിൽ നടന്ന 2 പരാജയങ്ങളുടെ പിന്നിൽ സ്ത്രീകളായിരുന്നു എന്ന് ലോകചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. ഇസബെല്ല എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പെണ്ണുണ്ടായിരുന്നു. അവളാണ് സ്പെയിനിന്റെ അന്നത്തെ രാജാവായിരുന്ന ഫെർഡിനാൻഡ് ഭാര്യ. അവളാണെന്ന് ശപഥം ചെയ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉൾവസ്ത്രങ്ങൾ അഴിച്ചു വെക്കണമെങ്കിൽ സ്പെയിനിൽ നിന്ന് മുസ്ലിമീങ്ങൾ കച്ചകെട്ടിപ്പോയേ പറ്റൂ. മുസ്ലിമീങ്ങൾ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങാതെ ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചു വെക്കില്ല എന്ന് ശപഥം ചെയ്ത ഒരു സ്പാനിഷുകാരിയായ ഇസബെല്ലയെ സംബന്ധിച്ച്, ഫെർഡിനാൻഡ് ഭാര്യ ഇസബെല്ലയെ ലോക ചരിത്രം ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് സ്പെയിൻ ഭരിച്ചിരുന്നത് നാമമാത്രമായൊരു മുസ്ലിം, അബൂ അബ്ദുല്ലാഹി സഗീർ. എന്തോ ചില വാക്കുകളിൽ ഇസ്മതിന്റെ മുസമ്മയെ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ ആവാം. വളരെ ചെറുപ്പം, അബൂ അബ്ദുല്ലാഹി സഗീർ എന്ന് പറയുന്ന രാജാവ്. മനോധൈര്യം കുറവായിരുന്നു, ആത്മാഭിമാനം കുറവായിരുന്നു. ആ മനുഷ്യനെ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് താഴെ പിടിച്ചിറക്കുന്നത് ഈ ഇസബെല്ലയാണ്. അന്നേരം അദ്ദേഹം പെണ്ണുങ്ങൾ കരയുന്ന പോലെ വാവിട്ട് കരഞ്ഞു, ശരിക്കും ബഹളം വെച്ചു കരഞ്ഞു. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോനെ, നിന്റെ കയ്യിലുണ്ടായിരുന്ന അഭിമാനം നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നിന്റെ അധികാരം സൂക്ഷിക്കാൻ നിന്നെ കൊണ്ടായില്ല, ഇനി നീ പെണ്ണുങ്ങളെപ്പോലെ അലറുകയാണോ എന്ന് തൻ്റെ ഉമ്മ ആയിഷ ഉമ്മ അന്ന് ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം സ്പെയിൻ നഷ്ടമാകുന്നത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. ഇസ്ലാമിക സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് സ്പെയിനിന്റെ തകർച്ചയോടുകൂടെയാണ്. നമ്മൾ ഈ കൂത്തുപറമ്പിന്റെ പരിസരത്തെ ഈ 3-ാം പീടികയിൽ സ്പെയിനിന്റെ ചരിത്രം ദീർഘിച്ച് പറയുകയല്ല. നമുക്ക് നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനവും നമ്മുടെ നാടിന്റെ തന്നെ ചരിത്രവും ഒരുപാടേറെയാണ്. പക്ഷേ ലോക മുസ്ലിമീങ്ങളിലേക്ക് നോക്കിയാൽ സ്പെയിൻ, കൊർഡോവ യൂണിവേഴ്സിറ്റി അടക്കമുള്ളതൊക്കെ നമുക്ക് നഷ്ടമായില്ലേ? അറബ് പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, സ്പെയിൻ നഷ്ടമായപ്പോ മുസ്ലിമിന്റെ സർവ്വ സംസ്കാരവും യൂറോപ്പുകാർക്ക് കൈമാറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നത്. മുസ്ലിമിന്റെ സംസ്കാരം, നുണ പറയാതിരിക്കുക, മുസ്ലിമിന്റെ സംസ്കാരം ഓൺ ടൈം, പങ്ക്ച്വാലിറ്റി, സമയത്ത് പറഞ്ഞത് ചെയ്യുക, സമയം കൃത്യമായി പാലിക്കുക. മുസ്ലിമിന്റെ സംസ്കാരം ഒരു മനുഷ്യനെ അപമാനിതനാക്കാൻ പാടില്ല. മുസ്ലിമിന്റെ സംസ്കാരം നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. മുസ്ലിമിന്റെ സംസ്കാരം പരസ്പര ബഹുമാനം വേണം. ഇതൊക്കെ യൂറോപ്പുകാരുടെ കമ്പനികളിലും യൂറോപ്പുകാർ ഇടപെടുന്നിടത്തും മാത്രമേ ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നുള്ളൂ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാകും. ഒരു മുസ്ലിം സംസ്കാരമുള്ള ഒരു എൻവിറോൺമെന്റ് ഉള്ള ഒരു കമ്പനി കിട്ടണമെങ്കിൽ അതൊരു ഇംഗ്ലീഷുകാർ ലീഡ് ചെയ്യുന്ന അവരുടെ മാനേജ്മെന്റ് ആയിരിക്കണം. അങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും ദയനീയമായ കാര്യം. അവരാരെങ്കിലും ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരന്റെ കമ്പനിയും വിളിച്ചു പറയൂല ഞങ്ങൾ ഇന്ന കാരണത്തിനാണ് ഇയാളെ ഒഴിവാക്കുന്നത് എന്ന്. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഒരു സെൻഡ് ഓഫ്, യാത്രയപ്പ് വെക്കും. ആ യാത്രയപ്പിൽ ഇത്രയും കാലം സേവനം ചെയ്തതിനൊരു മൊമെന്റോ, ഒരു സമ്മാനം കയ്യിൽ കൊടുക്കും. വി വിൽ ടെറിബിളി മിസ് യു, ഞങ്ങൾക്ക് നിങ്ങളെ നഷ്ടമാവും, തീർച്ചയാണ് നിങ്ങൾക്ക്, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും വാട്സപ്പ്, അവൻ കട്ടിട്ട് പോവുകയാണ്, അവൻ പോകുന്നതിന്റെ കാരണം ഇന്നതാ, നിനക്കറിഞ്ഞോ? ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്. ഈ നാണം കെട്ട സംസ്കാരം മുസ്ലിമിന്റെ സംസ്കാരം ആവരുത്. എന്നാൽ നമ്മൾ സംസ്കാരമല്ലാത്ത ബാക്കി എല്ലാറ്റിലും നമ്മൾ ഓക്കെയാണ്, എല്ലാറ്റിലും ഓക്കെയാണ്. സംസ്കാരം മാത്രം നമ്മുടെ കയ്യിലില്ലാതെ പോകുന്നത് എന്തേ? അതുകൊണ്ട് സ്പെയിനിന്റെ നഷ്ടം ഇസ്ലാമിക സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും നഷ്ടമാണ്.
മുസ്ലിമീങ്ങൾക്കൊരു രാജ്യമോ അല്ലെങ്കിൽ സമ്പത്തോ അധികാരമോ മാത്രമല്ല സ്പെയിനിൽ നഷ്ടമായത്, നമ്മുടേതെല്ലാം അവരെടുത്തു, നമ്മൾ അവരുടേത് തിരിച്ചെടുത്തു. അങ്ങനെയാണ് നമ്മളൊന്നിനും പറ്റാത്തവരായി, ആളുകൾ മൈൻഡ് ചെയ്യാത്തവരായി മാറി. ഏതെങ്കിലും ഒരാൾ ഒരു മീറ്റിങ്ങിന് ലേറ്റായിട്ട് വന്നാൽ യൂറോപ്പുകാരൻ പറയും ഇറ്റ്സ് ആൻ അറബിക് വേ ഓഫ് ലൈഫ്, ഇത് അറബികളുടെ ഒരു ജീവിത രീതി, ഇങ്ങനെയാണ്. 9 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞാൽ അത് 10 മണിയാവും. ഏതെങ്കിലും ഒരു കാര്യം പ്രൊജക്ട് തുടങ്ങി വെച്ചു, വലിയ ആവേശത്തിൽ തുടങ്ങി വെച്ചു, ആ പ്രൊജക്ട് പാതി വഴിയിലിട്ട് പോയാൽ അവർ പറയും ദിസ് ഈസ് ഡൺ ഇൻ എൻ അറബിക് വേ, ഇതൊരു അറബികളുടെ രൂപത്തിൽ ചെയ്ത പണിയാണ്. ബിൽഡിംഗ് ഒക്കെ വലിയ കാര്യത്തിൽ വലിയ പ്രൊജക്ട് ഒക്കെ തുടങ്ങി പാതി വഴിയിലിട്ട ആൾ മുങ്ങിക്കളഞ്ഞു, ദിസ് ഈസ് എൻ അറബിക് വേ. അവരങ്ങനെ പറഞ്ഞു, അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു. ആ നഷ്ടമുണ്ടായത് ഇസബല്ല എന്ന ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ സ്പെയിനിന്റെ രാജാവിന്റെ ഭാര്യ ചെയ്ത ഒരു ശപഥമാണ്. ഞാനിവരെ കച്ചകെട്ടി ഇറക്കുന്നു. അതിവിടെ നടക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ശരി കംഫർട്ടബിൾ ആയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ജൂതരാജ്യം ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നത് ഒരു സ്ത്രീയുടെ അധ്വാനമാണ്. വർഷങ്ങളോളമായി പൊളിറ്റിക്കൽ അൺറെസ്റ്റ്, രാഷ്ട്രീയമായ അപജയവും അസ്വാസ്ഥ്യങ്ങളും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഫലസ്തീൻ. നമ്മുടെ മൊയ്തു ഹാജി പാലത്തായ അവറുകളുടെ ഇരിക്കും പോയോ? മൊയ്തു ഹാജി പോയോ? മാഷാ അല്ലാഹ്. ഞങ്ങളവിടെ പോയി കാണുകയും മസ്ജിദുൽ അഖ്സയുടെ മുറ്റങ്ങളിൽ നിൽക്കാനും അവിടെ നിസ്കരിക്കാനും ജുമുഅ നിസ്കരിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടുകയുണ്ടായി. ബഹുമാനപ്പെട്ട പാലത്തായി മൊയ്തു ഹാജി അവറുകൾ അടക്കം ഒരുപാട് നടന്ന് തളർന്നിരുന്നു. പക്ഷെ എന്തൊരു ആവേശത്തിലാണ്, ഒരു ചെറുപ്പക്കാരന്റെ ഊർജ്ജസ്വലതയോടുകൂടെയായിരുന്നു അവരൊക്കെ യാത്രയിലുടനീളം. നമ്മളോട് ചെന്ന് കാണുകയാണ്. ഒരു സമൂഹത്തെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നത് മതിലിനിടയിലാണ്. അവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ, ഒരു വെടി ഉതിർന്നാൽ അങ്ങോട്ടുള്ള കരണ്ടും വെള്ളവും ഇസ്രായേലുകാർ കട്ട് ചെയ്യും. അതുകൊണ്ട് ആരും ഒരു പ്രശ്നത്തിന് നിൽക്കൂല. കല്ലെറിഞ്ഞാൽ പിന്നെ അവർക്ക് കരണ്ടില്ല ഒരാഴ്ചത്തേക്ക്. അവിടെ ബഹളം വെച്ച് ജാഥ പോയാൽ അവർക്ക് പിന്നെ വെള്ളം സപ്ലൈ ചെയ്യില്ല, ടോയ്ലറ്റ് പോകാൻ പറ്റൂല. അതുകൊണ്ട് മിണ്ടാണ്ട് മതിലിനുള്ളിൽ നിന്യരായി അദില്ലത്തൻ വഹും സ്വാഗിറൂൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ രീതിയിൽ വളരെ അപമാനകരമായൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറുന്ന ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. വളരെ ദയനീയമാണ്. അല്ലാഹുമ്മ ഫർരിജ് അൻ ഹാദിഹിൽ ഉമ്മ. പടച്ചതമ്പുരാനെ, ഈ സമൂഹത്തിന് നീ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നൽകുകയും ഞങ്ങളെ നിന്റെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വറുദ്ദ അർള ഫലസ്തീൻ ഇലാ ഐദിൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. സൗണ്ട് ഒന്നുണ്ട് ലെവലായി വന്നിട്ടില്ല. അന്വേഷിക്ക ഓക്കെ അല്ലേ? ഞാൻ അതിനെപ്പറ്റി കാത്തു നിൽക്കുന്നത് ഒക്കെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോ ഏതായിരുന്നാലും ഇസ്രായേൽ രാജ്യം ലോകത്ത് കൊണ്ടുവന്നത് ഗോൾഡ മയർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. യൂറോപ്പിലൂടെയും അമേരിക്കയിലൂടെയും ഡോളറുകളും പൗണ്ടുകളും സമാഹരിച്ച് ജൂതന്മാർക്കൊരു ലോകരാജ്യം വേണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഫണ്ട് ശേഖരിച്ച് ഏറ്റവും വലിയ ഫണ്ട് റൈസിംഗ് ഇസ്രായേലിന് വേണ്ടി നടത്തിയത് ഗോൾഡ മയർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ബെൻഗാരിയോൺ തന്റെ ബയോഗ്രഫിയിൽ തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ അദ്ദേഹം തന്റെ അനുഭവക്കുറിപ്പ് എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഗോൾഡ മയർ എന്ന് പറയുന്ന ഒരു പുരുഷനെ ലോകത്തിന് മറക്കാൻ കഴിയില്ല എന്ന്. ആ പെണ്ണിനെ പുരുഷനായിട്ടാണ് സ്ത്രീയാണത്. പക്ഷെ ബെൻഗാരിയോൻ പറഞ്ഞു ഇതൊരു പുരുഷനാണ്. ലോക ചരിത്രം, the world history will never forget a man who contributed to establish Israel, the Jewish land. ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേൽ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത ഒരു പുരുഷനുണ്ട്. സത്യത്തിൽ അത് സ്ത്രീയാണ്. ആ പെണ്ണിനാലാണ് ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നത്. ആഭിനവ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നവും അവസാനത്തെ പ്രശ്നവും ഷാമിന്റെ വിഷയമാണ്. ഫസാദു ഷാം ഫസാദു ദുനിയ. ഷാമിൽ, അതായത് ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ലോകത്തെ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളുടെ ആകത്തുകയാണ് ഷാമിന്റെ പ്രശ്നമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, ഷാം എന്നത്
അർളുൽ മഹ്ശരി വൽ മൻശർ. ഖിയാമത്ത് നാളെ നടക്കുമ്പോ അല്ലാഹു തആല മനുഷ്യരെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞ ആ മഹ്ശറ മൈതാനി സംവിധാനിക്കപ്പെടുന്നത് ഇന്നത്തെ സിറിയയും ജോർഡാനും ഫലസ്തീനും ലബനോനും ഉൾക്കൊള്ളുന്ന ആ പ്രദേശമാണ്. അതിനാണ് ഷാം എന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഷാം ഒരു സിറ്റിയാണ്. പക്ഷേ ഷാം എന്നത് ഒരു വലിയ അതൊരു വളരെ വിശാലമായ ഒരു ഏരിയയാണ്. അവിടൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞു. നമ്മളത് കാണുകയാണ്. സർവശക്തനായ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് എല്ലാവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഇടങ്ങളിലും സർവശക്തന്റെ കാരുണ്യം അവൻ നൽകട്ടെ. വേണ്ടപ്പെട്ട ആളുകൾ നമ്മളോട് എന്തെങ്കിലും വളരെ വിഷമകരമായ വല്ലതും പറയുമ്പോൾ നമുക്ക് വേദന തോന്നാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുസരണയോടുകൂടെ ജീവിക്കേണ്ട മുസ്ലിമീങ്ങൾ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത എന്ന് പറഞ്ഞ കുൻതും ഖൈറ ഉമ്മ. എന്തായി കുൻതും എന്ന് പറഞ്ഞാൽ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഏറ്റവും ഖൈറു ഉമ്മയാണ്. അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. ഖൈർ എന്നിലാണ്, എൻ്റെ ഉമ്മത്തിലാണ് ലോകാവസാനം വരേക്കും എന്ന് പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി മാറിപ്പോകുമ്പോൾ അള്ളാഹു നൽകുന്ന ശിക്ഷയാണിത്. അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. ഉജ്ജലത് ലുഖൂബ, മുസ്ലിമീങ്ങളുടെ ശിക്ഷ ഇവിടെ തന്നെ അള്ളാഹു നൽകുമെന്ന് വരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. എൻ്റെ സമൂഹത്തിന്റെ ശിക്ഷ ഇവിടെ വെച്ച് അള്ളാഹു നൽകും. ലോകത്ത് എത്രയും കൂടുതൽ ക്രൈം നടക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടങ്ങളിലൊക്കെ വല്ല കൊടുങ്കാറ്റോ വല്ല ടൈഫൂണോ വല്ല കത്രീനയോ അടിച്ചു വീശിയാൽ 2 3 ഒക്കെയാണ് മരിക്കുക. അതൊരു മുസ്ലിം രാജ്യത്താണെങ്കിൽ മില്യൺ കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളുകള്ളിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ അള്ളാഹു ഉമ്മത്തിനോട് ചെയ്യുന്ന റഹ്മത്താവണം എന്ന് ഒരു തഫാഉലായി ഓപ്റ്റിമിസത്തിന്റെ പേരിലെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അള്ളാഹു 2 ലോകത്തും ഈ ഉമ്മത്തിനെ ശിക്ഷിക്കുകയില്ലെന്നാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇവിടെ അടി കൂടുതലാണ്. അങ്ങനെ പറയാറില്ല, പരിചയമുള്ള പോലീസുകാരനാണെങ്കിൽ 2 അടി ഏറെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ മുസ്ലിമീങ്ങൾ ഈ പണിക്ക് നിന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ കഠോരമാണ്. മറ്റവരെ ഫമഹിലിൽ കാഫിരീൻ അംഹിൽഹും റുവൈദ, കാഫിരീങ്ങളെ കുറച്ചു നേരം കഴിയട്ടെ, നാം അവരെ പിടിക്കാൻ പോവാൻ, പക്ഷേ we will leave them for some time. അല്ലാഹു തആല വളരെ പെട്ടെന്ന് ഈ ഉമ്മത്തിനെ ശിക്ഷിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതിലൊക്കെ ആന്തരികമായ മഅനകളും അതിന്റെ ആശയങ്ങളും മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്കതൊക്കെ ഹേതുകമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.